ഹലോ വെൽക്കം. നമ്മൾ വെറുതെ ഇരിക്കുമല്ലോ, വെക്കേഷനല്ല, അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ ഒരു സഹായം ചെയ്യാമെന്ന് വിചാരിച്ചു. അച്ഛന് ആവശ്യമുള്ള പൂവൊക്കെ ഞാൻ പറിച്ചു കൊടുത്തു. ഇത് പൂജയ്ക്കൊന്നുമല്ല, അച്ഛൻ രാവിലെയും രാത്രിയിലും ഒക്കെ ഈ താളി തലയിൽ തേക്കാറുണ്ട്. അതിന് വേണ്ടി മാത്രമാണ് നമ്മൾ പറിക്കുന്നത്. എനിക്ക് ചെറിയ പനിയുണ്ട്, അപ്പോൾ സൗണ്ട് വ്യത്യാസം ഉണ്ടായിരിക്കും, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ എല്ലാ പൂക്കളും പറിച്ചു. കാട്ടിലൊക്കെ കയറിയാണ് പറിച്ചത്. അപ്പോൾ അച്ഛന് കൊടുത്തു. നമ്മുടെ കൂടെ വന്ന ഒരാളെ കാണാത്തോണ്ട് നോക്കിയാണ്, എന്തോ വേല കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മൂമ്മയാണെങ്കിൽ ഓരോ പണിയിൽ ഇങ്ങനെ ഏർപ്പെട്ടിരിക്കുകയാണ്, അമ്മയുടെ കാര്യങ്ങൾ. പിന്നെ കുറേ അതിഥികൾ നമ്മുടെ വീട്ടിൽ വന്നു, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അപ്പച്ചിയൊന്നും കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഉണ്ണിക്കോശം പതിവ് പോലെ തന്നെ നമ്മുടെ വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മുല്ല നല്ലതായിട്ട് പൂത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടാണ് പൂത്തിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് ഓരോ പൂക്കളും നമ്മുടെ തലയിലൊക്കെ വെക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഓരോ പൂക്കളും വെറുതെ പാഴായി പോവുകയാണ്. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അപ്പച്ചി ഇങ്ങനെ കുണുങ്ങി വരുന്നുണ്ട്. വേറെ ആരെയും കാണാനല്ല, നമ്മുടെ അപ്പച്ചിയെ തന്നെ കാണാനാണ്, നമ്മുടെ ശ്രീമതി അപ്പച്ചിയെ കാണാനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ വന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ വിച്ചുവിനെ കാണാൻ പറ്റിയ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു പരിപാടിക്കായിട്ട് അവൾ പോയേക്കുവാണെന്ന്. അങ്ങ് പോയി ഞങ്ങൾ കണ്ടു. അവൾക്ക് ഇങ്ങോട്ട് വരണ്ടെന്നായി. കാരണം അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്, അവൾക്ക് ഫ്രണ്ട്സായിട്ടിരിക്കാൻ. ഇവിടെ ആകുമ്പോൾ തല്ലും വഴക്കും ഒക്കെ ആയിട്ടിരിക്കും. പിന്നെ നമ്മുടെ അപ്പുറത്തെ പൂവൊക്കെ നിങ്ങളെ കാണിക്കുകയാണ്. എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സന്ധ്യാസ്തമയം നിങ്ങൾക്ക് ഇവിടെ വെച്ച് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും അല്ലേ. നമ്മുടെ സന്ധ്യ തുടരാൻ പോവുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അപ്പുറത്തെ ഇതൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഉമ്മച്ചിയുടെ വീടാണ്. ഇപ്പോൾ ഉമ്മച്ചി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വീട് ശൂന്യമായി, കാടും മേടും ഒക്കെ പിടിച്ചടക്കുകയാണ്. അതൊക്കെ വെട്ടുകയാണ് ചിലർ വന്ന്. പിന്നെ നമ്മുടെ പതിവ് പോലെ തന്നെ നമ്മുടെ മണിക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. 2 ദിവസം അവരിവിടെ കാണും കേട്ടോ. അതുകൊണ്ട് തന്നെ മണിക്കുട്ടിയുടെ കളിയും ചിരിയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.